की टट्टी करी हुई है यार लोगों ने। ഇത് കുംഭമേള നടക്കുന്ന സ്ഥലത്തെ അവസ്ഥയാണ്. റോഡില്, ടെന്റ് കെട്ടിയ സ്ഥലങ്ങളിൽ, ഗംഗാ നദിയുടെ തീരത്ത് എല്ലാം മനുഷ്യ വിസർജ്യമാണ്. ഇയാൾ മൂത്രം ഒഴിക്കുന്ന ഡ്രസ്സിംഗ് റൂമിലാണ്. തൊട്ടടുത്ത് ടോയ്ലറ്റ് ഉണ്ട്. എന്നിട്ടും ഇയാൾ ഒരു മടിയും ഇല്ലാതെ ഈ വൃത്തിയേട് കാണിക്കുന്നത്. 1.5 ലക്ഷം ഗവൺമെന്റ് ടോയ്ലറ്റ് ഉണ്ട് അവിടെ, കൂടാതെ ഹോട്ടൽ റൂമിലെയും മറ്റുമായി വേറെയും. എന്നിട്ടും ഇവർക്ക് ഗ്രൗണ്ടിൽ കാര്യം സാധിച്ചു അവിടെ വരുന്നവരെയും ക്ലീനിങ് സ്റ്റാഫിനെയും ബുദ്ധിമുട്ടിക്കാനാണ് താല്പര്യം. ഈ വൃത്തിയില്ലായ്മ മാത്രമല്ല, റെയിൽവേയിലെ കാര്യം ഇതിലും വേഴ്സ് ആണ്. ഇതിപ്പോൾ നോർത്ത് ഇന്ത്യ മുതൽ മഹാരാഷ്ട്ര, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള ട്രെയിനുകളിലെ സ്ഥിരം കാഴ്ചയാണ്. മറ്റ് സംസ്ഥാനങ്ങളെ കൂടെ ബാധിക്കുന്ന രീതിയിൽ ഇവർ പൊതുമുതൽ വളരെയധികം നശിപ്പിക്കുകയാണ്. ഇന്ത്യക്കാർക്ക് സിവിക് സെൻസ് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ ഇന്ന് UK-യിലും കാനഡയിലും ഉൾപ്പെടെ നമുക്ക് കാണാം. പല സ്ഥലങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്തവരും ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ എന്തെല്ലാം മോശം പരിപാടികളാണ് വിദേശത്ത് പോലും ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തവർ ചെയ്യുന്നത്. ഇനിയുള്ള ജനറേഷനെങ്കിലും സ്കൂൾ തലം മുതൽ സിവിക് സെൻസ് പഠിപ്പിച്ചില്ല എങ്കിൽ നമുക്കൊരു കാലത്തും ഒരു ഡെവലപ്ഡ് നേഷൻ ആകാൻ സാധിക്കില്ല.